നമസ്കാരം. എൻ്റെ പേര് ദീപു. ഞാൻ കൊല്ലം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഹിന്ദു മാരേജ് ആക്റ്റും പ്രകാരം എന്തെല്ലാം ഗ്രൗണ്ട്സിലാണ് നമുക്കൊരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഗ്രൗണ്ട്സ് കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ട്സാണ്. പെണ്ണിനും ആണിനും കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ട്സ്. അതിൽ ആദ്യത്തെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അഡൾട്ടറിയാണ്, വിവാഹേതര ബന്ധം. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അവിഹിത ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഗ്രൗണ്ടായിട്ട് കണ്ട് ഡിവോഴ്സ് പെറ്റീഷൻ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ക്രുവൽറ്റിയാണ്. ക്രുവൽറ്റി എന്ന് പറയുമ്പോൾ ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ. ഒരു ഭർത്താവ് ഭാര്യയെ ഉപദ്രവിക്കുന്നു, സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ക്രൂരമായിട്ടൊക്കെ പെരുമാറുന്നു, ശാരീരികമായിട്ടൊക്കെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നു, അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യം. അല്ലെങ്കിൽ തിരിച്ച് ഭാര്യയെ ഭർത്താവിനെ മെൻ്റലായിട്ട് അങ്ങ് ടോർച്ചർ ചെയ്യുന്നു, ഒരു രീതിയിലും മാനസികമായിട്ട് അങ്ങ് തളർത്തുന്ന രീതിയിൽ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ വരുന്നൊരു മെൻ്റൽ ക്രുവൽറ്റിയും ഫിസിക്കൽ ക്രുവൽറ്റിയും ഇതെല്ലാ കാരണങ്ങൾക്കും നമുക്കൊരു ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് ആയിട്ടിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റും. പിന്നീട് വരുന്നത് ഡിസേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി ഉപേക്ഷിച്ച് പോകുന്നു, 2 കൊല്ലത്തോളമായിട്ട് ഒന്നും അന്വേഷിക്കുന്നില്ല, എവിടെയാണ് എന്താണെന്ന് തിരക്കാതെ ഉപേക്ഷിച്ച് പോകുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലും ആ ഉപേക്ഷിക്കപ്പെട്ട ആൾക്ക് ഇത് കണക്കൊരു ഗ്രൗണ്ടായിട്ട് ഇട്ടിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റും. പിന്നീട് വരുന്നത് കൺവേർഷൻ, മതം മാറക്കം. ഒരു ഹിന്ദു ഒരു മുസ്ലിം മതത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് പോകുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിലും അതർ പാർട്ടിക്ക് കോടതിയിൽ ഇതൊരു ഗ്രൗണ്ടായിട്ട് ഇട്ടിട്ട് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റും. പിന്നീട് വരുന്ന അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്, മാനസിക വൈകല്യം. ഇതിലേതെങ്കിലും ഒരു പാർട്ടിക്ക് മാനസികമായിട്ട് വൈകല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സൈക്കിക് ഡിസോർഡർ, ഒരു രീതിയിലും ഒരു മാട്രിമോണിയൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അങ്ങനൊരു സാഹചര്യം അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കോടതി ബോധ്യപ്പെടുത്തണം. വെറുതെ അതർ പാർട്ടിക്ക് മെൻ്റൽ ഇൽനെസ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ഉണ്ടെന്ന് വെറുതെ ഈ പറയുന്ന ഗ്രൗണ്ടൊന്നും നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം കേസ് വിസ്തരിക്കാൻ വരുമ്പം ഇതെല്ലാം നമ്മൾ എവിഡൻസ് കൊടുക്കേണ്ടി വരും. അതർ പാർട്ടിക്ക് മാനസിക വൈകല്യം ഉണ്ടെന്ന് നമ്മൾ കേസിൽ അലിജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള എവിഡൻസ്, ഡോക്ടർ സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം. അല്ലാതെ വെറുതെ എൻ്റെ ഭാര്യയ്ക്ക് മാനസിക വൈകല്യമുണ്ട്, എനിക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് ചുമ്മാ ഒന്ന് ഒരു ഗ്രൗണ്ട് എഴുതിയിട്ട് ഡൈവേഴ്സ് മേടിക്കാൻ പറ്റത്തില്ല. അതിന് പ്രൂവ് ചെയ്യേണ്ടി വരും കേസ് വിസ്തരിക്കാൻ വരുമ്പോഴത്തേക്കും. പിന്നീട് വരുന്നത് ഈ വൈറലൻ ഫോം ഓഫ് ലെപ്രസി, കുഷ്ഠരോഗം പോലുള്ള അസുഖം ഒരു പാർട്ടിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പകരുന്ന രോഗമാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന രോഗം വരുവാണെങ്കിൽ അതർ പാർട്ടിക്ക് കോടതി അപ്രോച്ച് ചെയ്ത് അതൊരു ഗ്രൗണ്ടായിട്ടൊക്കെ ഇടാൻ പറ്റും. പിന്നീട് വെനറിയൽ ഡിസീസ് കാറ്റഗറിയിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസൊക്കെ വരും, STD. അങ്ങനെ ഒരു രോഗം ഒരു പാർട്ടിക്ക് ഉണ്ടെങ്കിൽ അതർ പാർട്ടിക്ക് അതൊരു ഗ്രൗണ്ടായിട്ടിട്ട് കോടതി അപ്രോച്ച് ചെയ്ത് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റും. പിന്നീട് 7 വർഷമായിട്ട് ഒരാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല, ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല, നമ്മൾ ഒരുപാട് അന്വേഷിച്ചു എന്നിട്ട് എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. ഒരുപാട് വർഷം 10-15 വർഷമൊന്നും വെയിറ്റ് ചെയ്യേണ്ട, 7 വർഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിയമത്തിൽ തന്നെ ഒരു പ്രസംഷനുണ്ട്, ആ വ്യക്തി മരിച്ചതായിട്ടാണ് നിയമത്തിലൊരു പ്രസംഷൻ, ആ ഒരു പ്രസംഷനാണ് അവിടെ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലും ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് ഡിവോഴ്സ് വാങ്ങാൻ സാധിക്കും. പിന്നീട് ഒരു പാർട്ടി ലൗകിക ജീവിതമൊക്കെ വെടിഞ്ഞിട്ട് സന്യാസിയാവുന്നു, അല്ലെങ്കിൽ സന്യാസ ജീവിതമൊക്കെ കൈവരിക്കുന്നു, ഒരു ഭക്തിമാർഗം, മൊത്തത്തിൽ ഭക്തിമാർഗത്തിലേക്ക് പോകുന്നു, ഒരു രീതിയിലും ഒരു മാട്രിമോണിയൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം വരുന്നെങ്കിലും നമുക്ക് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റും. പിന്നെ കുടുംബ കോടതി മുമ്പാകെ ചിലർ ജുഡീഷ്യൽ സെപ്പറേഷന് വേണ്ടി കേസ് കൊടുക്കാറുണ്ട്. അതുപോലെ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് എന്ന് പറയുന്ന കേസുകളും കൊടുക്കാറുണ്ട്. റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചില കടമകളൊക്കെ ഉണ്ട്. ആ കടമകളൊക്കെ നിർവഹിക്കാതൊക്കെ വരുമ്പോൾ ഒരു പാർട്ടി യാതൊരു കാര്യമില്ലാതെ ഒന്നും നിർവഹിക്കാതെ വരുമ്പോൾ അതർ പാർട്ടി കൊണ്ട് കേസ് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു കേസ് യോജിച്ച് താമസിക്കുക, കടമകൾ നിർവഹിക്കുക എന്ന് പറഞ്ഞൊരു വിധിയൊക്കെ ഉണ്ടായി. ആ വിധി ഉണ്ടായതിനു ശേഷവും 1 വർഷമായിട്ടും അവർ യോജിച്ച് പോകുന്നില്ല, അല്ലെ ജുഡീഷ്യൽ സെപ്പറേഷൻ്റെ കേസുകൾ വിധിയായതിനു ശേഷവും 1 വർഷമായിട്ട് യോജിക്കത്തില്ല എന്ന് കാണുന്ന സാഹചര്യത്തിലും അതൊരു ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് ആയിട്ട് എടുത്തിട്ട് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഡിവോഴ്സ് പെറ്റീഷൻ കോടതി മുമ്പാകെ ഫയൽ ചെയ്യണമെങ്കിൽ കല്യാണം കഴിഞ്ഞ് 1 വർഷമെങ്കിലും കഴിഞ്ഞ് മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ചില എക്സെപ്ഷണൽ സിറ്റുവേഷൻസ് കോടതിയിൽ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ 1 ഇയർ പീരീഡ് വേവ് ചെയ്ത് കിട്ടത്തുള്ളൂ. അത് വളരെ എക്സെപ്ഷണൽ സിറ്റുവേഷൻസ് ബോധ്യപ്പെടുത്തണം. അല്ലാത്തുള്ള നോർമൽ എല്ലാ കേസിലും 1 കൊല്ലം കഴിഞ്ഞ് മാത്രമേ പെറ്റീഷൻ കോടതി മുമ്പാകെ ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 13B അനുസരിച്ച് മ്യൂച്വൽ ഡിവോഴ്സിന് പ്രൊവിഷനുണ്ട്. മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ജോയിൻ്റ് ആയിട്ടൊരു പെറ്റീഷൻ കോടതി മുമ്പാക്കി കൊടുക്കുന്നു. ജോയിൻറ്റ് പെറ്റീഷൻ കൊടുക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു അലിഗേഷനൊന്നും വേണ്ട, പരസ്പരം യോജിച്ച് പോകാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരാരെയും പരസ്പരം പഴിചാരുകയോ ഒന്നും വേണ്ട.
ഒരു ജോയിൻ്റ് ആയിട്ടൊരു തീരുമാനം എടുത്തൊരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. അതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ 6 മാസം കഴിയുമ്പോഴത്തേക്കും ഈ കേസ് വിധിയാകും. 6 മാസമാണ് നിയമത്തിൽ പറയുന്നത്. ചില സാഹചര്യങ്ങൾ വരുവാണെങ്കിൽ ഈ 6 മാസത്തിനുള്ളിലും ചില സാഹചര്യങ്ങൾ നമ്മൾ കോടതി ബോധ്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ 6 മാസം പീരീഡും വേവ് ചെയ്ത് കിട്ടും. ഇത്രയുമാണ് ഹിന്ദു മാരേജ് ആക്ടിൻ പ്രകാരമുള്ള ഡിവോഴ്സിനുള്ള ഗ്രൗണ്ട്സ്.